നമുക്ക് ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട് ഒരു രാഷ്ട്രീയപരമായ സിനിമ വരുമ്പോൾ അത് തടയാൻ, പ്രദർശനം തടയാൻ ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് വിലങ്ങിടാൻ ഒരുപാട് പ്രഷറുകൾ വരുന്നതും അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു സിനിമ വരുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രഷർ, ഇത് അഭിനയിക്കേണ്ടതോ അല്ലെങ്കിൽ ഒരു സിനിമ വേണോ, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രഷർ ഉണ്ടായിട്ടുണ്ടോ? രണ്ടുപേർക്കും പറയാം. ഇപ്പോൾ നടനം എന്നുള്ള രീതിയിൽ ടൊവിക്ക് പിന്മാറണം അങ്ങനെ എന്തെങ്കിലും. നമ്മളെന്ന് വെച്ചാൽ ഇത് രാഷ്ട്രീയക്കാരും പോലീസ് ഉദ്യോഗസ്ഥരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഇതല്ലാതെ കൂലിപ്പണിക്കാരും ഒക്കെ വില്ലന്മാരും നായകന്മാരും സഹകഥാപാത്രങ്ങളുമായിട്ടുള്ള എത്രയോ സിനിമകൾ നമ്മൾ കണ്ടിരിക്കുന്നു. അപ്പോൾ അതിനെ നമ്മള് ഇത് ഇന്ന ആളാണ് എന്ന് പറഞ്ഞ് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യുമ്പോഴാണ് അതിനകത്തൊരു ന്യായമില്ലായ്മ അല്ലെങ്കിൽ ഒരു നീതിയില്ലായ്മ സംഭവിക്കുന്നത്. പക്ഷെ നമ്മളിത് പറയുന്നത് ഏതോ ഒരു ഫിക്ഷണൽ ഒരു പോലീസുകാരൻ, അതിലിപ്പോൾ പോലീസുകാരിലാണെങ്കിലും സിനിമയിലുള്ളവരിലാണെങ്കിലും അതല്ലെങ്കിൽ നാട്ടിലുള്ള മറ്റു ജോലികൾ ചെയ്യുന്ന ആൾക്കാരിലാണെങ്കിലും ഇവരിലൊക്കെയും നല്ലതും ചീത്തയുമായിട്ടുള്ള ആൾക്കാരുണ്ടാകാം. അത് ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്ന എല്ലാവരും നല്ലവർ, ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്ന എല്ലാവരും മോശപ്പെട്ടവരെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ജോലിയല്ല ഇതിന്റെ അടിസ്ഥാനം. ഇവര് സമൂഹത്തിൽ പെരുമാറുന്നതും ഇവരുടെ ഒരു സമൂഹത്തിനെ പറ്റിയിട്ടും രാഷ്ട്രീയത്തിനെ പറ്റിയിട്ടുള്ള ഒരു ബോധ്യം, ഇതൊക്കെയാണ് ഇവര് സഹജീവികളോടുള്ള ഇവരുടെ സ്നേഹം, അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ മറ്റുള്ളവരെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു, ഇതെല്ലാം വെച്ചിട്ടാണ് ഒരു മനുഷ്യൻ നല്ല മനുഷ്യനാണോ ചീത്ത മനുഷ്യനാണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുകയും അതുപോലും ആപേക്ഷികമായിരിക്കും. ഇപ്പോൾ എനിക്ക് നല്ല ആളെന്ന് തോന്നുന്ന ഒരാൾ ചിലപ്പോൾ സുമേഷിന് ഒരു മോശം ആളായിട്ട് തോന്നുമായിരിക്കാം. കാര്യം ഇയാൾ എന്നോട് പെരുമാറുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരിക്കും അയാൾ സുമേഷിനോട് പെരുമാറുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം വ്യക്തികളെക്കാളും അവരുടെ സാഹചര്യങ്ങളാണ് ഒരാളെ നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞങ്ങളത് ഇത് ആ ഇൻസിഡന്റ് തന്നെയാണ് എന്ന് ഞങ്ങൾ പറയുകയാണെങ്കിൽ അതിനോട് നീതി പുലർത്തിയോ എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷെ അതേസമയം ഞാൻ തിരിച്ച് അങ്ങോട്ട് പറയുന്നത് ഇതൊരു ഫിക്ഷണൽ കഥയാണ്. നമ്മൾ കാണുന്ന സിനിമകളെല്ലാം, നമ്മൾ കാണുന്ന ഫാന്റസി സിനിമകൾ ഒഴിച്ചു ബാക്കി എല്ലാ സിനിമകളും എന്തിൽ നിന്നുമൊക്കെ റിയൽ ലൈഫ് ഇൻസിഡന്റിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് അതിൽ കുറച്ച് ഫിക്ഷനും കൂടെ ആഡ് ചെയ്തിട്ടാണല്ലോ നമ്മളിവിടെ എല്ലാ സിനിമകളും ഉണ്ടാവുന്നത്. അപ്പൊ അതുപോലൊരു സിനിമയായിട്ട് മാത്രം ഇതിനെ കാണുകയും ഈ സിനിമയിൽ പറയുന്ന വിഷയം നിങ്ങൾ വിട്ടുവെക്കും, ഈ സിനിമ നിങ്ങൾക്ക് തരുന്ന അനുഭവം എന്താണ് എന്നുള്ളത് മാത്രമായിരിക്കണം ഈ സിനിമയുടെ മേന്മ. അനുരാജ്, ഇതിപ്പം റിയൽ ഇൻസിഡന്റിൽ ബന്ധപ്പെട്ടൊരു സിനിമയാണെന്ന് പറഞ്ഞു. ഇപ്പം ട്രെയിലറിൽ ഒരു ഷോട്ടുണ്ട്, ഒരു മേലുദ്യോഗസ്ഥനെ കീഴുദ്യോഗസ്ഥനെ ജീപ്പിൽ ചേർത്ത് പിടിക്കുന്ന ഒരു ഷോട്ടുണ്ട്. അപ്പോൾ അതൊരു 10-12 വർഷം മുമ്പ് സെൻകുമാർ സാർ അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥനെ ഒരു കോളേജ് ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട് ചേർത്ത് പിടിക്കുകയും അത് ആ സെയിം പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. പിറ്റേ ദിവസം പേപ്പറിലൊക്കെ അത് വളരെ ന്യൂസ് ആയിരുന്നു. ഇപ്പോൾ ഒരു സിനിമ എടുക്കുമ്പോൾ ഇപ്പൊ മുത്തങ്ങ ഇൻസിഡന്റ് പോലതാണെന്ന് പറയുന്നില്ലെങ്കിൽ പോലും അതൊരു റിയൽ ഇൻസിഡന്റ് ആണ്. ഇപ്പൊ ഈ കാണിച്ച ഒരു ഷോട്ട് നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ അനുരാജ് തന്നെ പറഞ്ഞു ഒന്നിൽ കൂടുതൽ റിയൽ ഇൻസിഡൻസ് കണക്ട് ചെയ്തിട്ടാണെന്നുള്ളത്. നോർമലി നമ്മൾ കാണുന്നത് ഒരു റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്ത ഒരു സിനിമ വരും. ഇതിപ്പോ ഒരു സിനിമയ്ക്കകത്ത് പല റിയൽ ഇൻസിഡൻസ് വരുമ്പോൾ എല്ലാത്തിനോടും എങ്ങനെ നമുക്ക് ഒരു മേക്കർ നീതി പുലർത്താൻ പറ്റും? അല്ല, അത് ഇപ്പോൾ നേരത്തെ നമുക്ക് മുൻപേ യാത്ര ചെയ്ത സിനിമകളിൽ പോലും ഒരു ഇൻസിഡന്റിനെ തന്നെ അല്ല പോർട്രേറ്റ് ചെയ്യാറ്. പല ആ എഴുത്തുകാരൻ്റെ, ആ സംവിധായകൻ്റെ, അയാളുടെ കാഴ്ച, നേരത്തെ പറഞ്ഞതുപോലെ അയാൾക്കുള്ളിലുള്ള രാഷ്ട്രീയ ബോധ്യങ്ങളും സാമൂഹിക ബോധ്യങ്ങളും ചിലപ്പോൾ അടയാളപ്പെടുത്താറുണ്ട്. ഇപ്പോൾ നിരവധി സിനിമകൾ തന്നെ എടുത്തു നോക്കിയാൽ നമുക്ക് എക്സാമ്പിൾ അത് കുറേ നീണ്ട നിരയുണ്ട്, പറയാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾ ഈ പെർട്ടിക്കുലർ ഇൻസിഡന്റ് പറഞ്ഞു, അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് അടയാളപ്പെടുത്തൽ തന്നെയാണ്. അത് ഏത് തരത്തിലാണെന്ന് വെച്ചാൽ പോലീസ് ഹൈറാർക്കിയിൽ നമ്മൾ കാണുന്ന അത് മാത്രമായിരിക്കണമെന്നില്ല, മറ്റു ചില വിഷ്വലും കൂടി ചിലപ്പോൾ ഉൾപ്പെടുത്തേണ്ടി വരും. അതുപോലെ തന്നെ മറ്റു റീഡിങ്ങുകളൂടി സിനിമയിലുണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത് തുടക്കത്തിൽ അതാണ് പറഞ്ഞത്, ഈ സിനിമ നിങ്ങൾക്ക് പൂർണ്ണമായും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സംഘർഷങ്ങളുള്ള, കോൺഫ്ലിക്റ്റുകളുള്ള, ഇമോഷണൽ കണക്ഷനുള്ള കൃത്യമായി നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ള സിനിമയാണ്. ആ കോൺഫിഡൻസിലാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്, നിങ്ങളെ പ്രസ് മീറ്റിൽ നിന്നൊക്കെ വന്നിരിക്കുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ചിട്ട് ആസ് എ ഫിലിം മേക്കർ, ഞാൻ ഇഷ്ക് എന്നുള്ള സിനിമ കഴിഞ്ഞിട്ട് ഞാൻ 6 വർഷത്തിന് ശേഷം ചെയ്ത സിനിമയാണ്. ടൊവി എൻ്റെ സുഹൃത്താണ്. എന്നെ സംബന്ധിച്ച് ടൊവി പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജ് കഴിഞ്ഞ് പ്രിവ്യൂ കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ടൊവിയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആണ് സിനിമയിൽ. അതെനിക്ക് അഹങ്കാരത്തോടു കൂടി തന്നെ പറയാൻ പറ്റും. എന്നെ വിസ്മയിപ്പിച്ച ചില മുഹൂർത്തങ്ങൾ, എന്നെ കരയിപ്പിച്ച, എന്നെ ഇമോഷണലി ടച്ച് ചെയ്ത ഒരുപാട് മുഹൂർത്തങ്ങൾ സിനിമയിലുണ്ട്. ടൊവിയുടെ കരിയറിൽ തന്നെ അടയാളപ്പെടുത്താൻ പറ്റുന്ന സിനിമയിൽ മാറും എന്നത് പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഞാൻ പറയുന്നത്. ഇപ്പം പിന്നെ അതിനകത്ത് എന്താ വെച്ചാൽ സത്യമായിട്ടും ഇത് അങ്ങനെയുള്ള കുറേ റിയൽ ഇൻസിഡൻസിനെ സിനിമയാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള സിനിമയല്ല. ഇത് ഈ സിനിമയ്ക്ക് കഥയും കഥാപാത്രമാണ് ആദ്യം ഉണ്ടായത്. പിന്നെയാണ് അതിന്റെ കഥ രൂപപ്പെട്ട് വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള പല റിയൽ ലൈഫ് ഇൻസിഡൻസിൽ നിന്നും ഇൻസ്പിറേഷൻസ് ഉൾക്കൊണ്ട് നമ്മൾ അത് ഈ കഥയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഇത് പറയുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ട് എടുത്ത അങ്ങനത്തെ ഒരു സിനിമയല്ല. സിനിമയിൽ മുത്തങ്ങ സമരമില്ല, അത് വരും തലമുറയിൽ ഈ സിനിമയിൽ എത്രത്തോളം നീതി പുലർത്തിയ അതാണ് നമ്മൾ
ഓൾറെഡി പല സ്ഥലത്തും പറഞ്ഞാണ്, നമ്മളിതൊരു പെർട്ടിക്കുലർ ഇൻസിഡൻസിനെ പിക്ക് ചെയ്ത ഒരു ഡോക്യുമെന്ററി അല്ലെങ്കിൽ ഡോക്യുമെന്ററി ചെയ്യുന്നതല്ലല്ലോ. ഒരു സംവിധായകൻ എന്ന നിലയ്ക്ക് നമ്മുടെ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾക്ക് മുന്നിലുള്ള രാഷ്ട്രീയ വിഷയങ്ങളിൽ നിന്ന് ഒരുപാട് ഇൻസിഡൻസിനെ പിക്ക് ചെയ്തിട്ട് നമ്മളെടുത്ത ഒരു സിനിമാറ്റിക് ലിബർട്ടിയാണ് ഈ സിനിമ. എന്നാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ടുള്ള അടയാളപ്പെടുത്തലുകൾ കാണാൻ പറ്റും. അത്തരം സൂചനകൾ ഈ സിനിമയിലുണ്ട്. നീതിപൂർണമായ സമീപനമാണ് അത്. മുത്തങ്ങ സമരമായിക്കോട്ടെ, ചങ്ങല സമരമായിക്കോട്ടെ, അങ്ങനെ കുയംകുടി മുതലുള്ള സകല സമരങ്ങളോടും ഐക്യപ്പെടുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിലെ കണ്ടന്റുകളെ പൂർണ്ണമായി തന്നെയാണ് നമ്മൾ സമീപിച്ചിരിക്കുന്നത്. അതിൽ ഇന്നൊരു പെർട്ടിക്കുലർ ഇൻസിഡന്റ് എന്നുള്ളത് ആ സിനിമ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയിരുത്തലിൽ ഇട്ടിരിക്കുകയാണ് എന്നാണ് ഈ സമയത്ത് പറയുന്നത്. വീണ്ടും നിങ്ങൾ മുത്തങ്ങ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2003 സംഭവിച്ച മുത്തങ്ങ ഇൻസിഡന്റ് കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ സിനിമ ചെയ്തിരിക്കുന്നത്. അത് മുത്തങ്ങ സമരത്തെ തന്നെ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആ സംഭവത്തെ ഡോക്യുമെൻ്ററി ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. നമ്മൾക്ക് മുൻകാലങ്ങളിൽ നടന്നിരുന്ന മഹാരഥന്മാരായിട്ടുള്ള സംവിധായകർ, എഴുത്തുകാർ, എം ടി സാറ്, IVC സാറ്, പിണജി പണിക്ക് സാറൊക്കെ അതാത് കാലത്തെ രാഷ്ട്രീയ വിഷയങ്ങളെ പരോക്ഷമായും പ്രത്യക്ഷമായും വിമർശിച്ച സിനിമകൾ ചെയ്തിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ബോധ്യങ്ങൾ വെച്ച് അബിൻ ആണ് ഇതിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. അബിൻ്റെ തിരക്കഥയ്ക്ക് യോജിച്ച തരത്തിൽ എൻ്റെ രാഷ്ട്രീയ ബോധ്യങ്ങളും സാമൂഹിക ബോധ്യങ്ങളും മാനവിക ബോധ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ സിനിമ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അത് തീർത്തും ഒരു കൊമേഴ്ഷ്യൽ എൻ്റർടൈൻമെൻറ്റ് പാക്കേജും കൂടെ ആ സിനിമയിലുണ്ട്. അതിൻ്റെ സ്കെയില്, അത് എക്സിക്യൂട്ട് ചെയ്ത ലെവൽ, ഇത്രയും ടെക്നീഷ്യൻ ബാവയ്ക്ക് അടക്കമുള്ള ഷമീർ, ജെയ്ക്സേട്ടൻ, രംഗേട്ടൻ, അതുപോലെ അഭിനയിച്ചിരിക്കുന്ന ടോവി, സുരാജേട്ടൻ, ചേരൻ സാർ, അങ്ങനെ പ്രേംവത, ആര്യ, പ്രണവ്, അങ്ങനെ നിരവധിയായിട്ടുള്ള ടെക്നീഷ്യന്മാരുടെയും ആർട്ടിസ്റ്റുകളുടെയും പരിശ്രമ ഫലമായി ഉണ്ടാകുന്ന ഒരു വലിയ സ്കെയിൽ സിനിമയായിട്ടാണ് ഇതിനെ നിങ്ങൾ റീഡ് ചെയ്യേണ്ടത്. അതിൻ്റെ അകത്തുള്ള വരികൾക്കിടയിലുള്ളത് നിങ്ങൾ തിയേറ്ററിലിരുന്ന് കൃത്യമായി നിങ്ങളൊരു ഊഹം വെക്കുന്നതിനപ്പുറത്ത് തിയേറ്ററിലിരുന്ന് നിങ്ങൾ കണ്ടിട്ട് അതിൽ നിങ്ങൾക്ക് എന്ത് റീഡിങ്ങാണ് കിട്ടുന്നതിനുള്ള ചോദ്യങ്ങളെ ഉത്തരം പറയുന്നതായിരിക്കും കുറച്ചും കൂടി നമ്മുടെ ഭാഗത്ത് സത്യസന്ധമാവുക എന്നാണ് ഈ സമയത്ത് നമുക്ക് തോന്നുന്നത്. ഒരു കാര്യം കൂടെ ആഡ് ചെയ്തുകൊണ്ട്, ഈ സിനിമയിൽ നമ്മൾ പറയുന്നത് വളരെ പ്രാധാന്യമുള്ളൊരു വിഷയം തന്നെയാണ്. പക്ഷെ അത് ഈ നേരത്തെ ഞങ്ങൾ പറഞ്ഞ പോലെ ഇത് ഫിക്ഷണൽ തന്നെയാണ്. ഫിക്ഷണലായിട്ടുള്ള ഒരു കഥയിലേക്ക് നമ്മൾ കണ്ടിട്ടുള്ള ഇൻസിഡൻസിൽ നിന്ന് നമ്മൾ അതിൽ നിന്ന് ഇൻസ്പിറേഷൻസ് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റിൻ്റെ ഷോർട്ട് ബൈ ഷോർട്ട് ഡോക്യുമെൻറ്റേഷനേ അല്ല ഈ സിനിമ. അത് ഈ സിനിമ കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വിഷയം പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപടി കൂടുതൽ ഈ സിനിമയിൽ അതെങ്ങനെ പറഞ്ഞിരിക്കുന്നു, അതിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സങ്കേതങ്ങൾ എന്തൊക്കെ, നമ്മളുടെ സിനിമയുടെ ക്വാളിറ്റി, സിനിമയിലെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ പുട്ടിൻ ചെയ്തിട്ടുള്ള എഫേർട്ട്, അതുകൊണ്ട് വന്നിട്ടുള്ള ഔട്ട്പുട്ട് എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ മേന്മയായിരിക്കുക. എന്ത് വിഷയം പറയുന്നു എന്നുള്ളത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അത് എങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത്. വിഷയമല്ല, ഈ പറഞ്ഞിരിക്കുന്ന വിഷയം മാത്രമല്ല നമ്മളിതിൻ്റെ ഒരു മേന്മയായിട്ട് അതുകൊണ്ട് നിങ്ങൾ ഈ സിനിമ കാണണം എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. നേരെ മറിച്ച് ഈ സിനിമ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു സിനിമയായിട്ട് നിങ്ങൾ തിയേറ്ററിൽ ഇത് കാണുമ്പോൾ തുടക്കം മുതൽ അവസാനം വരെ ആ സിനിമയിൽ നിങ്ങൾ എൻഗേജ്ഡ് ആയിരിക്കും. ആ സിനിമ നിങ്ങളെ ചിന്തിപ്പിക്കും. സിനിമ കണ്ടിറങ്ങിയതിന് ശേഷവും ആ സിനിമ അത് നമുക്കൊരു അതിനകത്തുള്ള ഫിൽം മേക്കിങ്ങും അതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ടെക്നിക്കൽ എലിമെന്റ്സും ഒക്കെയാണ് ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തരിക. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വിഷയം അത്ര പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് നമ്മൾ നോക്കി കണ്ടിരിക്കുന്നത്. അത് ഈ തെറ്റിദ്ധരിക്കരുത്. അതായത് നമ്മൾ ഇതാണ് ചരിത്രം, ഇതാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല. കാര്യം നമുക്ക് ഒരു സിനിമ എന്നുള്ള നിലയ്ക്കുള്ള ഒരു ഫിക്ഷണൽ ആയിട്ടുള്ള എലിമെന്റ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കഥാപാത്രം ഈ സിനിമയിൽ ഒരു ഫിക്ഷണൽ കഥാപാത്രമാണ്. പല കഥാപാത്രങ്ങളും അതുപോലത്തെ ഭൂരിഭാഗം കഥാപാത്രങ്ങളും അങ്ങനത്തെ ഫിക്ഷണൽ കഥാപാത്രങ്ങൾ തന്നെയാണ്.